ഓം ശ്രീകൃഷ്ണായ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമന്നാരായണീയം ദശകം 32 മത്സ്യാവതാരം. അവതാര മഹിമയെയും പ്രയോജനത്തെയും ഇങ്ങ് വിവരിக்கிறார் ശ്രീ ഭട്ടതിരി. വേദത്തെ ഉദ്ധരിപ്പதற்காகத்தான் மீன் வடிவத்தில் பகவான் அவதரிக்கிறார். മത്സ്യാവതാര കഥ ഭാഗവതം 8வது സ്കന്ധത്തിൽ 24வது അധ്യായത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നത്. ശ്ലോകം 1. പുരാഹയഗ്രീവ മഹാസുരേണ ഷഷ്ഠാന്തരാന്തോദ്യതകാണ്ഡകൽപേ നിദ്രോന്മുഖ ബ്രഹ്മമുഖാധൃതേഷു വേദേഷ്വധിത്സഃ കില മത്സ്യരൂപം. പദം പിരിക്കലാം. പുരാ ഹയഗ്രീവ മഹാസുരേണ ഷഷ്ഠ അന്തര അന്ത ഉദ്യത് അകാണ്ഡ കൽപ്പേ നിദ്ര ഉന്മുഖ ബ്രഹ്മ മുഖാത് ഹൃദേഷു വേദേഷു അധിത്സ കില മത്സ്യരൂപം. പുരാ ഹയഗ്രീവ മഹാസുരേണ, മുൻപ് ഹയഗ്രീവൻ എன்ற பெரிய அசுரன் ഷഷ്ടാന്തരാന്ത്യോദ്യത കാണ്ഡകൽപ്പേ, ആറാவது മന്വന്തരത്തിൻ മുടിവിലുണ്ടാന നൈമിത്തിക പ്രളയത്തിൽ നിദ്രോന്മുഖ ബ്രഹ്മമുഖാത് വേദേഷു ഹൃദേഷു, നിദ്ര ചെയ്തുകൊണ്ടിരുന്ന ബ്രഹ്മാവിൻ മുഖത്തിലിരുന്ന് 4 വേദങ്ങളെ അപഹരിക്കപ്പെട്ട പൊഴുത് ത്വം മത്സ്യരൂപം அதித்சக കില, നീർ മീൻ വടിവത്തിൽ തോன்று വിരുമ്പിനീർ அல்லவா. മുൻപ് 6வது മന്വന്തരത്തിൻ മുടിവിൽ ഉണ്ടാന അവാന്തര പ്രളയത്തിൽ നിദ്ര ചെയ്തുകൊണ്ടിരുന്ന ബ്രഹ്മാവിൻ മുഖത്തിലിരുന്ന് ஹயக்ரீவன் என்ற பெரிய அசுரனால் வேதங்கள் அபகரிக்கப்பட்ட பொழுது நீர் மீன் வடிவத்தில் தோன்ற விரும்பினீர், தனது மത്സ്യരൂപത്തിൽ அவதாரம் செய்தீர். പുരാ ഹയഗ്രീവ മഹാസുരേണ ഷഷ്ഠാന്തരാന്തോദ്യതകാണ്ഡകൽപേ നിദ്രോന്മുഖ ബ്രഹ്മമുഖാധൃതേഷു വേദേഷ്വധിത്സഃ കില മത്സ്യരൂപം. ശ്ലോകം 2. ഭഗവാൻ എങ്ക് അവതരിത്താർ എന്ന് சொல்லுகிறார். സത്യവ്രതസ്യ ദ്രമിളാധിഭർത്തുർ നദീജലേ തർപ്പയതസ്തദാനീം കരാഞ്ജലൗ സഞ്ജ്വലിതാകൃതിസ്ത്വം അദൃശ്യഥാ കശ്ചന ബാലമീന. സത്യവ്രതസ്യ ദ്രമിള അധിഭർത്തുഃ നദീ ജലേ തർപ്പയതഃ തദാനീം കര അഞ്ജലൗ സഞ്ജ്വലിത ആകൃതിഃ ത്വം അദൃശ്യഥാഃ കശ്ചന ബാലമീനഃ. നദീജലെ തർപ്പയതഃ, നദീതടത്തിൽ സന്ധ്യാതർപ്പണം ചെയ്തു കൊണ്ടിരിക്കുമ്പോഴത് ദ്രമിളാധിഭർത്തുഃ സത്യവ്രതസ്യ കരാഞ്ജലൗ, ദ്രാവിഡ മന്നനാന സത്യവ്രതനുடைய കൈകളിൽ തദാനീം സഞ്ചലിതാകൃതി കശ്ചന ബാലമീനഃ, அப்பொழுது பளபளப்பான வடிவத்துடன் ஒரு மீன் குஞ்சாக த்வம் அதிருஷ்யதாக நீர் காணப்பட்டீர். ദ്രാവിഡ മന്നനാന സത്യവ്രതൻ അன்று നീരിൽ തർപ്പണം ചെയ്യുകയിൽ അവനുடைய കൂട്ടിയ കൈകളിൽ നീർ പളപ്പളപ്പാക വടിവുടൻ ഒരു മീൻ കുഞ്ചാക കാണപ്പെട്ടീർ. സത്യവ്രതസ്യ ദ്രമിളാധിഭർത്തുർ നദീജലേ തർപ്പയതസ്തദാനീം കരാഞ്ജലൗ സഞ്ജ്വലിതാകൃതിസ്ത്വം അദൃശ്യഥാ കശ്ചന ബാലമീന.
ശ്ലോകം 3. ക്ഷിപ്തം ജലേ ത്വാം ചകിതം വിലോക്യ നിന്യേംബുപാത്രേണ മുനിഃ സ്വഗേഹം സ്വൽപ്പൈരഹോഭിഃ കലശീം ച കൂപം വാപീം സരശ്ചാനശിഷേ വിഭോ ത്വം. ക്ഷിപ്തം ജലേ ത്വാം ചകിതം വിലോക്യ നിന്നെ അംബു പാത്രേണ മുനിഃ സ്വഗേഹം സ്വൽപൈഃ അഹോഭിഃ കലശീം ച കൂപം വാപീം സരഃ ച ആനശിഷേ വിഭോ ത്വം. മുനിഃ ജലേ ക്ഷിപ്തം ചകിതം ത്വാം വിലോക്യ. മുനിവർ ജലത്തിൽ വിടപ്പെട്ട പൊഴുത് ഉമ്മെ ഭയത്തിൽ இருப்பதாக കണ്ട് ത്വാം அம்புபாத்திரேன ஸ்வகேகம் நின்னே. அந்த மீன் ரூபத்தில் இருக்கிற உம்மை தமது ஜலபாத்திரத்தில் இட்டு தமது வீட்டுக்கு கொண்டு போனார். விபோ த்வம் சொல்பேஹி அஹோபிஹி கலசீம் கூபம் வாபீம் சரக ச ஆனசிஷே. சில நாட்களுக்குள் நீர் தீர்த்த பாத்திரத்தில் வளர்ந்து குடம், பிறகு கிணறு, பிறகு குளம், பிறகு ஏரிக்கும் மாறி நிறைந்து நின்றீர். ജലത്തിൽ വിട്ട പൊഴുത് ഉമ്മെ ഭയന്നിരുപ്പதாக കണ്ട് അമുനിവർ തമത് തീർത്ഥപാത്രത്തിൽ വീട്ടിற்கு கொண்டு போனார். பிரபோ, சில நாட்களுக்குள் நீர் தீர்த்தபாத்திரத்தில் இடம் போதாமல் ஒரு கிணற்றுக்கும் பிறகு குளத்திற்கும் ஏரிக்கும் மாறி அனைத்தையும் மூடத்தக்க விதத்தில் வளர்ந்தீர். ക്ഷിപ്തം ജലേ ത്വാം ചകിതം വിലോക്യ നിന്യേംബുപാത്രേണ മുനിഃ സ്വഗേഹം സ്വൽപ്പൈരഹോഭിഃ കലശീം ച കൂപം വാപീം സരശ്ചാനശിഷേ വിഭോ ത്വം. ശ്ലോകം 4. യോഗപ്രഭാവാദ്ഭവദാജ്ഞയൈവ നീതസ്തതസ്ത്വം മുനിനാ പയോധിം പൃഷ്ടോ മുനാ കൽപ്പതിദൃക്ഷുമേനം സപ്താഹമാസ്വേദി വദന്നയാസി. യോഗ പ്രഭാവാത് ഭവത് ആജ്ഞയാ ഏവ നീതഃ തതഃ ത്വം മുനിനാ പയോധിം പൃഷ്ടഃ അമുനാ കൽപ്പ ദിദൃക്ഷും ഏനം സപ്താഹം ആസ്വ ഇതി വദൻ അയാസീഹി. ததக பவதாக்ஞயா ஏவ. பிறகு உமது கட்டளையின்படி முனினா யோக பிரபாவாத் பயோதிம் நீதக துவம். சத்தியவிரத முனிவரின் யோக மகிமையால் கடலுக்கு கொண்டு போகப்பட்ட நீர் அமுனா பிருஷ்டக கல்பதிதிருஷும் ஏனம். இந்த சத்தியவிரதனால் கேட்டபொழுது பிரளயத்தை காண விரும்பிய அவர்கிட்ட சப்தாகம் அஸ்வா இதி வதன் அயாசீஹி. 7 நாள் காத்திரு என்று சொல்லிக்கொண்டு மறைந்து போனீர். பிறகு உமது கட்டளைப்படி அம்முனிவரின் யோக மகிமையால் கடலுக்குள் கொண்டு போகப்பட்ட நீர் பிரளயத்தை காண விரும்பிய அவர் கேட்டபொழுது 7 நாள் பொறுத்து கொண்டிரு என்று சொல்லிவிட்டு மறைந்து விட்டீர். യോഗ പ്രഭാവാത് ഭവദാജ്ഞയൈവ നീതസ്തതസ്ത്വം മുനിനാ പയോധിം പൃഷ്ടോ മുനാ കൽപ്പതിദൃക്ഷുമേനം
സപ്താഹമാസ്വേദി വദന്നയാസി. ശ്ലോകം 5. പ്രാപ്തേ ത്വദുക്തേ ഹനിവാരിധാരാ പരിപ്ലുതേ ഭൂമിതലേ മുനീന്ദ്ര സപ്തർഷിഭിः സാർദ്ധമപാരവാരിണി ഉദ്ഘൂർണമാനഃ ശരണം യയൗ ത്വാം. പ്രാപ്തേ ത്വത് ഉക്തേ അഹനി വാരി ധാരാ പരിപ്ലുതേ ഭൂമി തലേ മുനീന്ദ്രഃ സപ്ത ഋഷിഭിः സാർദ്ധം അപാര വാരിണി ഉദ്ഘൂർണമാനഃ ശരണം യയൗ ത്വാം. தொதுக்தே அகனி பிராப்தே. உம்மால் குறிப்பிட்ட நாள் வந்த பொழுது பூமிதலே வாரிதார பரிப்ளுதே முனீந்திரக சப்தரிஷிபிகி சார்த்தம். സത്യവ്രജ രാജർഷി സപ്തഋഷികളുടൻ അപാരവാരിണി ഉത്കൂർണമാനക കരകാണാ പ്രളയത്തിൽ சுற்றித்திரியும்பொழுது துவாம் சரணம் யயௌ உங்களை சரணமடைந்தார்கள். உம்மால் குறிப்பிட்ட நாள் வந்தபொழுது கொட்டிய மழையால் பூமி மறையவே அந்த ராஜர்ஷி சப்தரிஷிகளுடன் பிரளய ஜலத்தில் கழன்று உம்மை சரணமடைந்தான். പ്രാപ്തേ ത്വദുക്തേ ഹനിവാരിധാരാ പരിപ്ലുതേ ഭൂമിതലേ മുനീന്ദ്ര സപ്തർഷിഭിः സാർദ്ധമപാരവാരിണി ഉദ്ഘൂർണമാനഃ ശരണം യയൗ ത്വാം. ശ്ലോകം 6. ഭഗവാൻ ആജ്ഞയനുസരിച്ച് തോണിயின் ரூபமெடுத்து வந்த பூமி சுற்றித்திரிகிற ഋഷിമാர்கள் பக்கத்தில் வருகிறார். ധരാം ത്വദാദേശകരീമവാപ്താം നൗരൂപിണീമാരുരുഹുസ്തദാ തേ തത്കമ്പകമ്പ്രേഷു ച തേഷു ഭൂയ ത്വമംബുധേരാവിരഭൂർമഹീയാൻ. ധരാം ത്വത് ആദേശ കരീം അവാപ്താം നൗരൂപിണീം ആരുരുഹുഹു തദാ തേ തത് കമ്പ കമ്പ്രേഷു ച തേഷു ഭൂയഃ ത്വം അംബുധേഃ ആവിരഭൂഹു മഹീയാൻ. തഥാ തേ ത്വദാദേശകരീം அப்பொழுது உமது கட்டளைப்படி செயல்பட்ட நௌரூபிணீம் அவாப்தாம் தராம் ஆருருகா பெரிய தோணி ரூபத்தில் பூமி தேவி அங்கு வரவே தேஷு தத் கம்பகம்பரேஷு ச அந்த தோணியின் ஆட்டத்தால் அவர்கள் நடுங்கவே பூயக துவம் மகியான் அம்புதேக ஆவிரபூஹு நீர் பெரிய மீனாக வந்து மீண்டும் பிரளயஜலத்திலிருந்து பிரத்யக்ஷமானீர். அப்பொழுது உமது கட்டளைப்படி செயல்படும் பூமி தேவி ஒரு பெரிய தோணி வடிவத்தில் வரவே அதில் அவர்கள் ஏறிக்கொண்டார்கள். அந்த தோணியின் ஆட்டத்தால் அவர்கள் நடுங்கவே நீர் பெரிய மீனாக மீண்டும் பிரளய ஜலத்திலிருந்து தோன்றினீர். ராஜர்ஷியும் ഋഷികളും பயந்து பகவானை தியானித்தார்கள். பிரம்மாதி ருத்ராதிகளுக்கும் சௌக்கியத்தை கொடுக்கிற ஸ்ரீஹரியை தியானித்து அந்த பகவான் நம்மளை இந்த கஷ்டத்திலிருந்து ரட்சித்து சுகத்தை നൽകുவார் என்று சிந்தனை செய்தார்கள். பகவானை சரணமடைந்த രാജാവിനാൽ നിരന്തരം ധ്യാനിക്കപ്പെട്ട പൊഴുത് ഒറ്റ കൊമ്പുടൻ കൂടിയതും തങ്കവണ്ണത്തിനാലും 1,00,000 യോജന വിസ്താരമുള്ളതുமான മത്സ്യവടിവത്തിൽ വീണ്ടും മഹാസമുദ്രത്തിലിരുന്ന് പ്രത്യക്ഷമാനീർ.
ധരാം ത്വദാദേശകരീമവാപ്താം നൗരൂപിണീമാരുരുഹുസ്തദാ തേ തത്കമ്പകമ്പ്രേഷു ച തേഷു ഭൂയാ ത്വമംബുധേരാവിരഭൂർമഹീയാൻ. ശ്ലോകം 7. झषाकृतिं योजनलक्षदीर्घां दधानमुच्चैस्तरतेजसं त्वां निरीक्ष्य तुष्टा मुनयस्त्वदुक्त्या त्वत्तुङ्गशृङ्गे तरणीं बबन्धु. झष आकृतिं योजन लक्ष दीर्घां दधानं ഉച്ചൈസ്തര തേജസം ത്വാം നിരീക്ഷ്യ തുഷ്ടാഹ മുനയഃ ത്വത് ഉക്ത്യാ ത്വത് തുംഗ ശൃംഗേ തരണീം ബബന്ധുഃ. മുനയഃ സത്യവ്രതനും സപ്തഋഷികളും യോജന ലക്ഷദീർഘാം ജഷാകൃതിം ദധാനം ഉച്ചൈസ്തരതേജസാം ത്വാം നിരീക്ഷ്യ തുഷ്ടാ. முனிவர்கள் லட்சம் யோஜனை நீண்ட மகத்தான ஜோதி സ്വരൂപത്തിലിരിக்கிற മത്സ്യാകൃതിയെ ധരിത്തവനും അതിമഹാ തേജസ്വിയുமான ഉമ്മയെ കണ്ട് ആനന്ദത്തിൽ ആറാടിനാர்கள். തുതുക്ത്വാ തുത്തുംഗശൃംഗേ തരണിം ബബന്ധുഃ. ഉമത് കട്ടളയാൽ ഉമത് ഉയർந்த കൊമ്പിൽ ഭൂമി വടിവமான തോണിയെ കെട്ടിനാர்கள். ലക്ഷം യോജனை നീണ്ട ഉമത് മഹത്താന ജ്യോതി സ്വരൂപത്തെ കണ്ട് മகிழ்ந்த മുനിവர்கள் ഉമത് കട്ടളയാൽ ഉമത് ഉയർந்த കൊമ്പിൽ ഭൂമി വടിവமான തോണിയെ കെട്ടിനാர்கள். झषाकृतिं योजनलक्षदीर्घां दधानमुच्चैस्तरतेजसं त्वां निरीक्ष्य तुष्टा मुनयस्त्वदुक्त्या त्वत्तुङ्गशृङ्गे तरणीं बबन्धु. ശ്ലോകം 8. आकृष्टनौगो मुनिमण्डलाय प्रदर्शयन् विश्वजगद्विभागान् संस्तूयमानो नृवरेण तेन ज्ञानं परं चोपदिशन्नजारी. आकृष्ट नौगः मुनिमण्डलाय प्रदर्शयन् विश्वजगत् വിഭാഗാൻ സംസ്തൂയമാനഃ നൃവരേണ തേന ജ്ഞാനം പരം ച ഉപദിശൻ അചാരീഹി. ത്വം ആകൃഷ്ടനൗകഃ മത്സ്യമൂർത്തിയന നേർ ഭൂമിയാകിற തോണിയെ ഇഴുത്തുകൊണ്ട് മുനിമണ്ഡലായ വിശ്വജഗത് വിഭാഗാൻ പ്രദർശയൻ முனிவர் கூட்டங்களுக்கு உலகத்தின் பல பாகங்களை காண்பித்து கொண்டு தேன நிருவரேண സംസ്തൂയമാനഃ പരജ്ഞാനം ഉപദിശൻ ച ആചാരീഹി. അത് അരശശ്രേഷ്ഠനാൽ സ്തുതിക്കപ്പെട്ടും அவருக்கும் ഉത്തമமான ആത്മജ്ഞാനത്തെ ഉപദേശിத்து கொண்டும் சஞ்சரித்தீர். பிறகு தோணியை இழுத்துக்கொண்டு முனிவர் கூட்டங்களுக்கு உலகத்தின் பல பாகங்களை காண்பித்து கொண்டு அரசசிரேஷ்டனால் சுதிக்கப்பட்ட அவருக்கு உத்தம ஆத்மஜானத்தை உபதேசித்து கொண்டு நீர் സഞ്ചരിപ്പവരാக വിളങ്ങിനീർ. സത്യവ്രത രാജർഷി ഭഗവാനെ കുറിച്ച് സ്തുതിത്തത് ഭാഗവതത്തിൽ 8-ാം സ്കന്ധം 24-ാം അധ്യായത്തിൽ 46-ാவது ശ്ലോകം മുതൽ 53-ാவது ശ്ലോകം വരെ വിവരിക്കപ്പെട്ടുള്ളത്. ആകൃഷ്ടനൗഗോ മുനിമണ്ഡലായ
പ്രദർശയൻ വിശ്വജഗദ്വിഭാഗാൻ സംസ്തൂയമാനോ നൃവരേണ തേന ജ്ഞാനം പരം ചോപദിശന്നജാരി. ശ്ലോകം 9. കൽപ്പാവധൗ സപ്തമുനീൻ പുരോവത് പ്രസ്ഥാപ്യ സത്യവ്രതഭൂമിപം തം വൈവസ്വദാഖ്യം മനുമാദധാന ക്രോധാത് ഹയഗ്രീവമഭിദ്രുതോ ഭൂ. കൽപ്പ അവധൗ സപ്ത മുനീൻ പുരോവത് പ്രസ്ഥാപ്യ സത്യവ്രത ഭൂമിപം തം വൈവസ്വത ആഖ്യം മനും ആദധാനഃ ക്രോധാത് ഹയഗ്രീവം അഭിദ്രുതഃ അഭൂः. ത്വം കൽപ്പാവതൗ സപ്തമുനീൻ പുരോവത് പ്രസ്ഥാപ്യ. നീർ കൽപ്പത്തിൻ മുടിവിൽ സപ്തഋഷികളെ മുൻപോലവെ സ്ഥാപിത്ത് തം സത്യവ്രതഭൂമിപം വൈവസ്വതാഖ്യം മനും ആദധാനഃ. அந்த സത്യവ്രതരാജനെ അടുത്ത മന്വന്തരത്തിൽ മനുവാക നിയമിത്ത് ക്രോധാൻ ഹയഗ്രീവം അഭിദ്രുതഃ അഭൂഹു. കോപത്തുടൻ ഹയഗ്രീവാസുരനെ താക്കിനീർ. കൽപ്പത്തിൻ മുടിവിൽ സപ്തഋഷികളെ മുൻപോലവെ സ്ഥാപിത്ത് அந்த മന്നൻ സത്യവ്രതനെയും അടുത്ത വൈവസ്വത മന്വന്തരത്തിற்கு മനുവാക നിയമിത്ത് കോപത്തുടൻ ഹയഗ്രീവാസുരനെ താക്കിനീർ. മത്സ്യമൂർത്തിയാന ശ്രീഹരി ഹയഗ്രീവാസുരനെ ഹനിத்து വീണ്ടെടുத்த வேதங்களை பிரளயம் முடிந்த பிறகு சைனத்திலிருந்து எழுந்திருந்த பிரம்மாவிற்கு നൽകിനീർ. ശാസ്ത്രജ്ഞാനവും ആത്മസാക്ഷാത്കാരവും സിദ്ധിத்த அந்த சத்யவிரத ராஜா இந்த கல்பத்தில் ஸ்ரீ விஷ்ணு பிரசாதம் நிமித்தம் சூரியபுத்திரனான ஸ்ராததேவன் என்று பிரசித்தனான മനുവായി ഭവിത്താർ. സത്യവ്രതനാന രാജർഷിയും മായാമത്സ്യമൂർത്തിയാന ശ്രീഹരിയും ചെയ്ത സംഭാഷണ രൂപமான இந்த மத்ஸ்யபுராணத்தை கேட்கிற மனிதர்கள் பாபத்திலிருந்து முக்தனாவார்கள். சர்வ பாபங்களை சம்ஹரிக்கிற ஸ்ரீஹரியுடைய இந்த அவதார சரித்திரம் யாரொருவன் தினവും കീർത്തിத்து கொண்டிருப்பானோ അവനുடைய മനോരഥങ്ങൾ സർവവും സാധിക്കപ്പെടും. മരണത്തിற்கு பிறகு അവൻ ഭഗവത് സായുജ്യത്തെയും അതാനത് പരമഗതിയെയും പ്രാപിപ്പാൻ என்று ശ്രീമദ് ഭാഗവതത്തിൽ ചൊല്ലപ്പെട്ടിരിക്കുന്നത്. കൽപ്പാവധൗ സപ്തമുനീൻ പുരോവത് പ്രസ്ഥാപ്യ സത്യവ്രതഭൂമിപം തം വൈവസ്വദാഖ്യം മനുമാദധാന ക്രോധാത് ഹയഗ്രീവമഭിദ്രുതോ ഭൂ. ശ്ലോകം 10. ഭഗവാൻ ഹയഗ്രീവനെ നിഗ്രഹിത്ത് വേദ ഉദ്ധാരണം നിർവഹിക്கிறாർ. സ്വതുംഗശൃംഗക്ഷതവക്ഷസം തം നിപാത്യ ദൈത്യം നിഗമാൻ ഗൃഹീത്വാ വിരിഞ്ചയേ പ്രീതഹൃദേ ദദാന പ്രഭഞ്ജനാകാരപദേ പ്രഭായാം. തുംഗ ശൃംഗ ക്ഷത വക്ഷസം തം നിപാത്യ ദൈത്യം നിഗമാൻ ഗൃഹീത്വാ വിരിഞ്ചയേ പ്രീത ഹൃദേ ദദാനഃ പ്രഭഞ്ജന ആകാര പദേ പ്രഭായാഃ. സ്വതുംഗശൃംഗക്ഷതവക്ഷസം തം ദൈത്യം നിപാത്യ. உமது உயர்ந்து கொம்பினால் அசுரனுடைய மார்பை பிளர்ந்து அவனை கீழே வீழ்த்திவிட்டு
നിഗമാൻ ഗൃഹീത്വ വേദങ്ങളെ വീണ്ടെടുത്ത് പ്രീതഹൃദേ വിരിഞ്ചയെ ദദാനഹ ത്വം സന്തുഷ്ടചിത്തനാன ബ്രഹ്മാവിற்கு കൊടുത്തവനാன നിന്തിരുവടി പ്രപഞ്ചനാകാരപതേ മാം പ്രഭായാഹ. ശ്രീ ഗുരുവായൂരപ്പ, என்னுடைய துக்கங்களே தீர்த்து கொடுத்து ரட்சிக்கணமே. உமது உயர்ந்த கொம்பினால் அசுரனுடைய மார்பை பிளர்ந்து அவனை கீழே தள்ளிவிட்டு வேதங்களை எடுத்து பிரம்மதேவருக்கு கொடுத்து அவரை மகிழவித்த குருவாயூரப்ப என்னை ரட்சிக்க வேண்டும். അത്യന്തமான ക്ലേശം സഹിത്തും எந்த ரூபத்தையும் സ്വീകരിത്തും தன்னுடைய பக்தர்களை ரட்சிப்பதில் தத்பரனான பகவானே, என்னுடைய ரோகம் உங்களுக்கு ரொம்பவும் நிஸ்സാരந்தான் என்று பட்டதிரி கூறி തന്നെ കാപ്പാത്ത വേണ്ടും എന്ന് പ്രാർത്ഥിക്கிறாർ. പാരായണം ദശകം 32 മത്സ്യാവതാരം. പുരാഹയഗ്രീവ മഹാസുരേണ ഷഷ്ഠാന്തരാന്തോദ്യതകാണ്ഡകൽപേ നിദ്രോന്മുഖ ബ്രഹ്മമുഖാധൃതേഷു വേദേഷ്വധിത്സഃ കില മത്സ്യരൂപം സത്യവ്രതസ്യ ദ്രമിളാധിഭർത്തുർ നദീജലേ തർപ്പയതസ്തദാനീം കരാഞ്ജലൗ സഞ്ജ്വലിതാകൃതിസ്ത്വം അദൃശ്യഥാ കശ്ചന ബാലമീന ക്ഷിപ്തം ജലേ ത്വാം ചകിതം വിലോക്യ നിന്യേംബുപാത്രേണ മുനിഃ സ്വഗേഹം സ്വൽപൈരഹോഭിഃ കലശീം ച കൂപം വാപീം സരശ്ചാനശിഷേ വിഭോ ത്വം യോഗപ്രഭാവാദ്ഭവദാജ്ഞയൈവ നീതസ്തതസ്ത്വം മുനിനാ പയോധിം പൃഷ്ടോ മുനാ കൽപ്പതി ദൃക്ഷുമേനം സപ്താഹമാസ്വേദി വദന്നയാസി പ്രാപ്തേ ത്വദുക്തേ ഹനിവാരിധാരാ പരിപ്ലുതേ ഭൂമിതലേ മുനീന്ദ്ര സപ്തർഷിഭിः സാർദ്ധമപാരവാരിണി ഉദ്ഘൂർണമാനഃ ശരണം യയൗ ത്വാം ധരാം ത്വദാദേശകരീമവാപ്താം നൗരൂപിണീമാരുരുഹുസ്തദാ തേ തത്കമ്പകമ്പ്രേഷു ച തേഷു ഭൂയ ത്വമംബുധേരാവിരഭൂർമഹീയാൻ ഝഷാകൃതിം യോജനലക്ഷദീർഘാം ദധാനമുച്ചൈസ്തരതേജസം ത്വാം നിരീക്ഷ്യ തുഷ്ടാ മുനയസ്ത്വദുക്ത്യാ ത്വത്തുംഗശൃംഗേ തരണീം ബബന്ധു ആകൃഷ്ടനൗഗോ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജഗദ്വിഭാഗാൻ സംസ്തൂയമാനോ നൃവരേണ തേന ജ്ഞാനം പരം ചോപദിശന്നജാരി കൽപ്പാവധൗ സപ്തമുനീൻ പുരോവത് പ്രസ്ഥാപ്യ സത്യവ്രതഭൂമിപം തം വൈവസ്വദാഖ്യം മനുമാദധാന ക്രോധാത് ഹയഗ്രീവമഭിദ്രുതോ ഭൂ സ്വതുംഗശൃംഗക്ഷതവക്ഷസം തം നിപാത്യ ദൈത്യം നിഗമാൻ ഗൃഹീത്വാ വിരിഞ്ചയേ പ്രീതഹൃദേ ദദാന പ്രഭഞ്ജനാകാരപദേ പ്രഭായാ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.